ഹായ് കുട്ടു. ഹായ്. അപ്പൊ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ലൈവിലാണെങ്കിലും അല്ലാണ്ട് നോർമൽ കമന്റ്സും സെക്കൻഡ് ചാനലിലും കുറെ കമന്റ്സ് കണ്ടിട്ടുണ്ട്. സ്കിൻ കെയർ ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണ്, മുത്തശ്ശിയുടെ പ്രൊഡക്റ്റ്, മുത്തശ്ശി ഇപ്പൊ വീട്ടിലുണ്ടാക്കണ പപ്പായ ഓയിലും അതൊക്കെ മാത്രമേ തേക്കാറുള്ളൂ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു, ഞാൻ സ്കിൻ കെയർ നോർമലി ഇപ്പൊ ഇവിടെ ഉള്ളപ്പോഴാണ് മുത്തശ്ശിയുടെ സംഭവങ്ങളൊക്കെ തേക്കാറുള്ളത്. അല്ലാണ്ട് ഞാൻ സ്കിൻ കെയറിന്റെ സംഭവങ്ങൾ ചെയ്യാറുള്ളത് ഞാൻ എറണാകുളത്തൊക്കെ പോണ സമയത്താണെന്നുണ്ടെങ്കിലും നമ്മൾ ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ട് കൊണ്ടുപോകാൻ പാകത്തിന് നമ്മൾ വേറെ പ്രൊഡക്റ്റ് വാങ്ങിക്കണമല്ലോ. അപ്പൊ ആദ്യം തന്നെ പറഞ്ഞത് പെയ്ഡ് പ്രൊമോഷനോ അല്ലെങ്കിൽ കൊളാബോ ഒന്നും അല്ല. ഇത് നമ്മൾ തന്നെ പൈസ കൊടുത്ത് വാങ്ങിയിട്ട്, ഇപ്പൊ ഹോട്ട് പിങ്ക് സെയിൽ കഴിഞ്ഞിട്ടേ ഉള്ളൂ നൈക്കയുടെ. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ നമ്മൾ തന്നെ പൈസ കൊടുത്ത് വാങ്ങിയിട്ട് നമ്മൾ കുറച്ച് പ്രൊഡക്ട്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന പ്രൊഡക്റ്റ് തന്നെ കുറച്ചൊന്ന് റീസ്റ്റോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും, പിന്നെ അതുപോലെ തന്നെ തീർന്ന പ്രൊഡക്ട്സ് ഒക്കെ നമ്മളൊന്നും കൂടെ വാങ്ങിച്ചതാണ് കേട്ടോ. പുതിയതായിട്ട് ട്രൈ ചെയ്യാൻ ഒന്നും വാങ്ങിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് എന്തൊക്കെയാ വാങ്ങിച്ചെന്നുള്ള കാര്യങ്ങളൊക്കെ വേഗം കാണിക്കാം കേട്ടോ. ഷടപടേന്ന് ആയിക്കോട്ടെ അല്ലേ കുട്ടു? അതെ. അപ്പൊ നമുക്ക് ആദ്യം തന്നെ വരുന്നത് നമ്മളുടെ വാസ്ലിന്റെ ഗ്ലൂട്ടാത്തലോന്റെ ആണ് കേട്ടോ. ഗ്ലൂട്ട ഹൈയ അങ്ങനെയാണ് തോന്നുന്നുണ്ട്. അതിന് എനിക്ക് പ്രൊണൗൺസ് ചെയ്യണത് എങ്ങനെയാന്ന് മനസ്സിലാവണില്ല. ഇത് ഞാൻ ഇതിന്റെ മുന്നേ ഒരു ബോട്ടിൽ വാങ്ങിയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഫേസിൽ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. പക്ഷെ ഫേസിലും യൂസ് ചെയ്യാൻ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഭയങ്കര ഗ്ലോ ആയിരിക്കും കേട്ടോ നമ്മുടെ സ്കിന്ന്. ഇങ്ങനെയാണ്. ഇതാ ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഇതാ കണ്ടോ, ഈ ഒരു ഡ്രോപ്പ് എടുത്താൽ മതി. നമുക്ക് ഇവിടെ ഭയങ്കര കൊതുക്. ഈ ഒരു ഡ്രോപ്പ് എടുത്താൽ മതി. ഇതാ കണ്ടോട്ടോ, നല്ല ഇതാ നിങ്ങൾക്ക് കാണുമ്പോ തന്നെ മനസ്സിലാക്കാൻ പറ്റും. കാണാണ്ട കുട്ടു? ഇപ്പൊ കുറച്ച് ടാൻ അടിച്ചിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇവിടെ വന്നതിന് ശേഷം ഇപ്പൊ ഒരു 2 ആഴ്ചയൊക്കെ ആയിട്ടോ ഇവിടെ വന്നിട്ട്. അപ്പൊ അതിനുശേഷം എനിക്ക് കറക്റ്റ് സ്കിൻ കെയർ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. വീഡിയോ എടുക്കലും തിരക്കും അല്ലാണ്ട് നമ്മളെല്ലാരും കൂടെ പുറത്തു പോകലൊക്കെ ആയിട്ട്. അപ്പൊ ഇത് നമ്മൾ ഡെയിലി അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് കിട്ടും കേട്ടോ. ഞാൻ ഒരു ട്യൂബ് ജസ്റ്റ് ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി വാങ്ങിയിട്ടുണ്ടായിരുന്നു 1 മാസം മുന്നേ. അപ്പൊ അത് തീർന്നു കഴിഞ്ഞപ്പോ ഞാൻ സെക്കൻഡ് ആയിട്ട് വാങ്ങിച്ചതാണ് ഈ ഒരു വാസ്ലിന്റെ ഈ ഒരു ലോഷൻ. ഇത് കുറച്ച് ട്രെൻഡിങ് ആയിട്ട് ഇപ്പൊ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ ട്രൈ ചെയ്യാൻ വാങ്ങിയതായിരുന്നു. പക്ഷെ എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. അങ്ങനെ ഇത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അടുത്തത് വന്നിട്ട് നമ്മളുടെ സൺസ്ക്രീൻ ആണ്. ഇത് ഞാൻ ഒരു ബോട്ടിലല്ല, ഇതിന്റെ 3 ബോട്ടിൽ ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ഞാൻ ഈ സൺസ്ക്രീൻ ആട്ടോ യൂസ് ചെയ്യുക. എനിക്കിതാണ് കുറച്ചും കൂടെ കൺവീനിയന്റ് ആയിട്ട് തോന്നിയത്. പിടിക്കാൻ നല്ല സുഖമല്ലേ കുട്ടു? കുട്ടുവിന് ഞാൻ ദൂരദർശൻ ട്രൈ ചെയ്യാൻ വേണ്ടി തന്നിട്ടുണ്ടായിരുന്നില്ലേ? നല്ല രസം ഉണ്ടായിരുന്നില്ലേ? കുട്ടു ഇതാണ് പുറത്ത് പോകുമ്പോ കുട്ടു ഇത് കണ്ടപ്പോ അമ്മ ഇത് ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ട് അന്ന് ഞാൻ സൺസ്ക്രീൻ ആയിട്ട് ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എക്വലോജിക്കയുടെ ആണ് കേട്ടോ. ഇതിന്റെ വാട്ടർ മെലൺ ഉണ്ട്, അതുപോലെ തന്നെ ഇതിന്റെ പിങ്ക് വേരിയന്റിലൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ എനിക്ക് ഇതാണ് കൂടുതലായിട്ട് ഇഷ്ടമായത്. അപ്പൊ ഇതെന്റെ 3ാമത്തെയോ 4ാമത്തെ ബോട്ടിലാണ് കേട്ടോ. അപ്പോ ഞാൻ ഇപ്പൊ കുറെ ആയിട്ട് സൺസ്ക്രീൻ യൂസ് ചെയ്യണത് ഈ ഒരു സൺസ്ക്രീൻ ആണ്. നിങ്ങൾ ഇത് ട്രൈ ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് എങ്ങനെയുണ്ട് നിങ്ങളുടെ സ്കിന്നിന് എന്നൊക്കെ ഉള്ളതൊക്കെ ഒന്ന് കമന്റ് ചെയ്യൂ കേട്ടോ. അടുത്തത് വന്നിട്ട് എനിക്ക് ബർത്ത്ഡേക്ക് കിട്ടിയ ഒരു നമ്മൾക്ക് നൈക്ക നല്ലൊരു പാവം കുട്ടിയാണ് നൈക്ക. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ബർത്ത്ഡേ മന്തിന്റെ സമയത്ത് നമ്മൾ എന്തെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവരുടെ ഒരു ഗിഫ്റ്റ് ആയിട്ട് എന്തെങ്കിലും ഒരു സാധനം അയക്കും കേട്ടോ. അപ്പൊ അത് ആർക്കും, ഇപ്പൊ സാധാരണക്കാർക്കും, നമ്മൾ ഇപ്പൊ യൂട്യൂബേഴ്സിന് നല്ലതായിട്ട് ഉദ്ദേശിച്ചത് എല്ലാവർക്കും അവർ നമ്മൾ എന്തെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നമ്മളെ ബർത്ത്ഡേ മന്തിന്റെ അന്ന് തന്നെ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരെന്തായാലും എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് അയക്കും. അപ്പൊ എനിക്ക് കഴിഞ്ഞ മന്തിൽ എനിക്ക് കിട്ടിയത് ഞാൻ നിങ്ങൾക്ക് കാണിക്കണം എന്നുള്ള ഇഷ്ടം കൊണ്ടാണ് കേട്ടോ. ഇത് ഞാൻ കഴിഞ്ഞ മന്ത് വാങ്ങിച്ചപ്പോൾ ഉണ്ടായിരുന്നതാണ്. അപ്പൊ നൈക്കയുടെ ഒരു ബോഡി ലോഷൻ ആണ് കേട്ടോ. എന്നിട്ട് ഞാൻ ഇത് കുട്ടുവിന് കൊടുത്തിട്ടുണ്ടായിരുന്നു ട്രൈ ചെയ്ത് നോക്കാൻ. രസം ഉണ്ടാവില്ലേ കുട്ടു? സ്മെല്ല് നല്ല രസമുള്ള സ്മെല്ലാണ് കേട്ടോ. നല്ല നമ്മൾ ഈ പ്ലസന്റ് ആയിട്ടുള്ള, നല്ല തലയൊന്നും അധികം കുത്താത്ത, എനിക്ക് അങ്ങനെ തലവേദനിക്കും പെട്ടെന്ന് ഇങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഹാഷ് ആയിട്ടുള്ള സ്മെല്ല് വരുമ്പോ. അപ്പൊ ഇതെനിക്ക് ഭയങ്കരമായിട്ട്, ഇത് ഞാനിപ്പോ ഇത്രയായി, ഇത് ഞാൻ എപ്പോഴും യൂസ് ചെയ്യാറുള്ള ഒരു സംഭവമാണ് കേട്ടോ. ഇനി നമുക്ക് അടുത്തത് വന്നിട്ട് ഞാൻ അല്ലാതെ വാങ്ങിച്ചത്, ഇത് 3000 രൂപയാണ് കേട്ടോ. ഇതിന് ശരിക്കും ഈ ഒരു ബോഡി ക്രീമിന് ബാത്ത് ആൻഡ് ബോഡിയുടെ ആണ്. ഇതിന്റെ ഒരു ഡാർക്ക് കിസ് എന്ന് പറഞ്ഞ ഒരു വേരിയന്റ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതും സൂപ്പർ സ്മെല്ലാണ് കേട്ടോ. പക്ഷെ അത് കുറച്ചും കൂടെ ഒരു ഹാഷ് സ്മെല്ലാണ്. ഇത് കുറച്ചും കൂടെ റോസിന്റെ സ്മെല്ലാണ് കേട്ടോ. ഇതിന് വന്നിട്ട് 2200 രൂപ ഇതിന്മേ റേറ്റ് വന്നിട്ട്. പക്ഷെ നമുക്ക് ഇത് ഹോട്ട് പിങ്ക് സെയിലിൽ 700 രൂപയ്ക്കാണ് കേട്ടോ നമുക്ക് കിട്ടിയത്. അപ്പൊ പിന്നെ അത് എന്തായാലും വാങ്ങിക്കാന്ന് വെച്ചു. ഇത് നല്ല രസമുള്ളൊരു സ്മെല്ലാണ് കേട്ടോ, റോസിന്റെ. കുട്ടു, ഇനി ഇത് നെക്സ്റ്റ് ടൈം ഞാൻ ട്രൈ ചെയ്യാൻ തരാം. ഓക്കെ, ഒരു തവണ. അതെ, ഇത് ബാത്ത് ആൻഡ് ബോഡിയുടെ ആണ്. അതുകൊണ്ട് നല്ല രസമുള്ള ഒരു സ്മെല്ലാണ് കേട്ടോ. നിങ്ങൾ ബോഡി ക്രീം അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു പെർഫ്യൂം അല്ലാതെ എന്തെങ്കിലും ബോഡി ക്രീമിൽ തന്നെ നല്ല സ്മെല്ലൊക്കെ വേണമെന്ന് ആഗ്രഹിക്കണവര് ഈ ബാത്ത് ആൻഡ് ബോഡിയുടെ നിങ്ങൾ ഓഫറിലുള്ള സമയത്ത് വാങ്ങിച്ചായിട്ടോ. അല്ലെങ്കിൽ പൈസ ഭയങ്കര നഷ്ടമാണ്. 2000 രൂപയ്ക്കൊന്നും ഈ ട്യൂബൊന്നും ആരും ഉപയോഗിച്ചിട്ട് നമുക്ക് അതിന്റെ ആവശ്യമില്ല.
അടുത്തൊരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ സിമ്പിളിന്റെ ഫേസ് വാഷ് ആണ് കേട്ടോ. ഞാൻ മറ്റേ എന്റെ സാധാ ഫേസ് വാഷ് ഞങ്ങൾക്ക് വേറെ വീഡിയോയിൽ കാണിച്ചു തരാം. സെറ്റാഫിലിന്റെ ഫേസ് വാഷാണ് ഞാൻ യൂസ് ചെയ്യാറുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു അറിയോ, അതൊന്ന് മാറ്റി. കാരണം അതിന് ഇത്തിരി കോസ്റ്റ്ലി ആണ്, 500 രൂപയൊക്കെ ഉണ്ട് കേട്ടോ ചെറിയൊരു ബോട്ടിലിന്. അപ്പൊ ഇതും കുഴപ്പമില്ല, കോസ്റ്റ്ലി ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാലും വലിയ കൊതു എന്നാലും വലിയ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഇത് നമുക്ക് ഓഫറിൽ കണ്ടപ്പോ ഞാൻ എന്ത് ചെയ്തു അറിയോ, സോപ്പ് ഫ്രീ ആണ്, മറ്റേ സൾഫേറ്റ് ഫ്രീ ആണ്, പാരബിൻ ഫ്രീ ആണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, എന്നാ ഇതൊരു ബോട്ടിൽ വാങ്ങിക്കാന്ന് തീരുമാനിച്ചു. അപ്പൊ ഒരു ബോട്ടിലല്ല, ഒരു ബോട്ടിലും കൂടെ വാങ്ങിക്കുമ്പോൾ നമുക്ക് 2 ബോട്ടിൽ വാങ്ങിക്കുന്ന സമയത്ത് നമുക്ക് വെറും 399 രൂപ ഉണ്ടായിരുന്നുള്ളൂ. അല്ല 300 രൂപ. 300 രൂപയുള്ളൂ 2 ബോട്ടിലിനും കൂടെ. അപ്പൊ ഞാൻ കുട്ടുവിനോട്, ഞാൻ അങ്ങനെ കാർട്ടിൽ കൊണ്ടിട്ട സമയത്ത് ഞാൻ കുട്ടിനോട് പറഞ്ഞു, എക്സ്ക്യൂസ് ചെയ്യണം കേട്ടോ ചില കാര്യങ്ങൾ, കാരണം എന്താണെന്ന് വെച്ചാൽ കൊതു കടിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. കുട്ടിനോട് ഞാനപ്പോ പറഞ്ഞു, കുട്ടു ഇത് നോക്ക് ഫേസ് വാഷ്, ഞങ്ങൾ രണ്ടാളും ഫേസ് വാഷും സൺസ്ക്രീനിന്റെ ഒക്കെ ആൾക്കാരാണ് കേട്ടോ. അപ്പൊ ഞാൻ കുട്ടിനോട് പറഞ്ഞു, കുട്ടു ഇത് ഫേസ് വാഷ് നല്ല ഓഫറിൽ ഉണ്ട് കേട്ടോ പറഞ്ഞു. അപ്പൊ കുട്ടി പറഞ്ഞു, ഒന്നും നോക്കണ്ട അമ്മ, എനിക്കും കൂടെ ഓർഡർ ചെയ്തോന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ നമ്മൾ 4 എണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊരു കോംബോ ആണ്, 400 രൂപ. 500 രൂപ 300 രൂപ അല്ലേ, 300 രൂപ. 4 എണ്ണത്തിനും കൂടെ 600 രൂപയുള്ളൂ. ശരിക്കും ഇതിന്റെ റേറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും, 399 രൂപയാണ് ഇതിന്റെ റേറ്റ് വന്നിട്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, 2 എണ്ണം വാങ്ങിച്ചു കഴിഞ്ഞാൽ 300 രൂപയല്ലേ ഉള്ളൂ. അപ്പൊ നമുക്ക് നല്ല ഓഫറിൽ കിട്ടിയ ഒരു സംഭവമായിരുന്നു ഇത്. ഹോട്ട് പിങ്ക് സെയിലിൽ നമ്മൾ വാങ്ങിച്ചൊരു സാധനമാണ് സിമ്പിളിന്റെ. അതിൽ ഒരു ബോട്ടിൽ ഞാൻ ഉപയോഗിച്ച് തുടങ്ങി കേട്ടോ. അതാണ് എന്റെ പേരാണ് ഇപ്പൊ കാണാത്തത്, കാരണം ഞാനത് ബാത്റൂമിൽ വെച്ചതാണ്. ഇത് കുട്ടുവിന്റെ ഫേസ് വാഷ് ആണ്, ഈ 2 എണ്ണം കേട്ടോ. ഇത് നമ്മൾ സ്റ്റോക്ക് ചെയ്യും ഒരെണ്ണം, പിന്നെ ഇതേപോലെ സെയിൽ നടക്കുന്ന സമയത്ത് വാങ്ങിക്കും. ഇതൊക്കെ നമുക്ക് കുറച്ചൊരു സോപ്പ് ഫ്രീ ആണ്, പക്ഷെ കുറച്ചൊന്ന് പതയും. അപ്പൊ നമുക്ക് മുഖത്തൊക്കെ നമുക്ക് നല്ല ഓയിലി ആയിരിക്കുന്ന സമയത്തൊക്കെ നല്ല ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. സിമ്പിളിന്റെ നല്ല ബ്രാൻഡാണ്. ഞങ്ങളിത് ട്രൈ ചെയ്തപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതെല്ലാം പൈസ കൊടുത്ത് വാങ്ങിയതാണ് കേട്ടോ. നിങ്ങൾ വിചാരിക്കേണ്ടത് കാണുമ്പോൾ ഇത് പ്രൊമോഷനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും തന്നതാണെന്ന് ഒരിക്കലും അല്ല, നമ്മൾ പൈസ കൊടുത്ത് തന്നെ വാങ്ങിച്ചതാണ് കേട്ടോ. ഇത് നമുക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ലൊരു ക്യൂട്ട് പാക്കേജ് അല്ലേ കുട്ടോ, നല്ല ഗ്രീൻ ആയിട്ട് നല്ല രസമായിട്ടുള്ള പാക്കേജിങ്ങും ആണ്. പിന്നെ നമുക്ക് ഓഫറിൽ കിട്ടിയോണ്ടാണ് നമ്മൾ വാങ്ങിച്ചത്, അല്ലെങ്കിൽ ഒരെണ്ണത്തിന് 400 രൂപയ്ക്ക് നമുക്ക് മുതലാവില്ല. അപ്പൊ നമ്മൾ സെറ്റാഫിലിന്റെ ആണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ അപ്പൊ എനിക്ക് ഇത് ഉപയോഗിച്ചപ്പോ എനിക്ക് അതിനേക്കാൾ കൂടുതൽ ഇഷ്ടം ഇതിനോട് തോന്നി. അപ്പൊ ഞാൻ അങ്ങനെ ഇത് 3 എണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്റെ സിമ്പിളിന്റെ ഫേസ് വാഷ് ഇത് അതില്. അപ്പൊ ഇതാ നമ്മളുടെ സിമ്പിളിന്റെ ഫേസ് വാഷ് ഇത്രയുണ്ട് കേട്ടോ. ഫേസ് വാഷ് ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഇവിടെ വരുമ്പോ കുഴപ്പമില്ല, മുത്തശ്ശി ഉണ്ടാക്കിയ ഫേസ് വാഷിന്റെ പൗഡർ ഉണ്ട്, അത് യൂസ് ചെയ്യും. നമ്മൾ പുറത്തേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ട്യൂബ് ഫേസ് വാഷുകളാണ് നമുക്ക് കൂടുതൽ ഇഷ്ടം, കാരണം അതാണല്ലോ കൂടുതൽ നല്ലത് എന്ന് വെച്ചിട്ട്. അപ്പൊ അങ്ങനെ ഇത് 2 കോംബോ, ഇത് 2 കോംബോ ആയിട്ട് ഇങ്ങനെയാണ് കേട്ടോ വാങ്ങിച്ചത്. 2 എണ്ണത്തിനും കൂടെ 600 രൂപയായുള്ളൂ. ഇതിന് ഒന്നിന് തന്നെ 400 രൂപയാണ് സാധാരണ. നമ്മൾ നോർമലി വാങ്ങിക്കുമ്പോൾ എന്തെങ്കിലും ഒരു 50-70 രൂപ ഡിസ്കൗണ്ട് ഉണ്ടാവാറുള്ളൂ. അടുത്തത് വന്നിട്ട് മെബിലിന്റെ ഒരു മോർ ബ്ലഷ് എന്ന് പറഞ്ഞൊരു എന്താ പറയുക, ആ ഒരു വേരിയന്റിലുള്ളതാണ് കേട്ടോ. ഓക്കെ, ഇതാണ് കേട്ടോ അതിന്റെ ഒരു കളറ്. ഞാൻ കാണിച്ചു തരാം എങ്ങനെയായിരിക്കും, ഇവിടെ തന്നെ ചെയ്യാം. കണ്ടോ, നല്ല രസമല്ലേ കിട്ടു, നല്ല ക്രീമി കൺസിസ്റ്റൻസിയാണ്, നല്ല രസമാണ് ഇതിന്. ഇത് ഒരു ഇത്രയും വരുന്നുണ്ട് കേട്ടോ, ഇത്രയും വരുന്നുണ്ട്. ഇത് നല്ലൊരു ലിപ്സ്റ്റിക് ആണ് കേട്ടോ. അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതാണ്. ഇത് ഇതേപോലെ ഞാൻ എവിടെ നിന്നൊന്ന് ട്രൈ ചെയ്തിട്ടുണ്ട്. ശരിക്കും ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ എനിക്കിത് ആ ഷെയ്ഡ് ഞാൻ ചോദിച്ചിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. ഇനിയാണ് നമുക്ക് ഉള്ള ഒരു സംഭവം. ഇതെല്ലാവരും യൂസ് ചെയ്യണ കണ്ടിട്ട് ഞാനൊന്ന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഇത്. അത്രയും ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കണം നമ്മുടെ മ്യൂസിൻ പവർ എസൻസ് കേട്ടോ. സ്നൈലിന്റെ എസൻസ് അത്ര എനിക്ക് പറയാൻ. കോസ്റെക്സിന്റെ എസൻസ് ആണ്. ഇതിന് നോർമൽ, ഇത് നമ്മളുടെ കൊറിയൻ ഗാരുടെ ആണ് കേട്ടോ പ്രൊഡക്റ്റ്. നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുണ്ടാവും, ഇത് കൊറിയൻ ഗാരുടെ പ്രൊഡക്റ്റ് ആണ്. പിന്നെ നമ്മള് നല്ല പ്ലംബി നല്ലൊരു ഗ്ലോ കിട്ടുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വാങ്ങിച്ചാൽ മതി കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാല് ചിലപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ നോ പ്രോബ്ലം. ഇതാണ്. ഇതിന് എത്ര വില വരണമെന്ന് വെച്ച് കഴിഞ്ഞാല് കണ്ടോ, മെയ്ഡ് ഇൻ കൊറിയ, കണ്ടോ, ഒറിജിനൽ കൊറിയൻ പ്രൊഡക്റ്റ് ആണ്. ഇതിന് എത്ര വില വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് 1400 രൂപയാണ് കേട്ടോ. 1400 രൂപ. ഇത് നമ്മൾ ഓഫറിന്റെ സമയത്ത് എനിക്ക് 900 രൂപയ്ക്ക് കിട്ടിയതാ കേട്ടോ. കണ്ടോ, ഇതാണ്. ഇതെന്താന്ന് മനസ്സിലായോ കുട്ടുവിന്? ഇത് നമ്മളെ ഫേസ് ഉണ്ടല്ലോ നല്ല സ്മൂത്ത് ആക്കിയിട്ട് നമുക്ക് അത്യാവശ്യം നമ്മളുടെ സ്കിൻ ഭയങ്കര ഗ്ലോ ആയിട്ട് കിട്ടുന്ന ഒരു സംഭവമാണ്. എന്റെ ഫ്രണ്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവളുടെ മാറ്റം കണ്ടപ്പോ നമ്മളൊന്ന് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു. ഇത് ഒച്ചില്ലേ,
ഇങ്ങനെ നടന്നു പോകുമ്പോ അതിന്റെ ബാക്കിൽ ഇങ്ങനെ ഒരു പശ ഉണ്ടാവില്ലേ, ആ പശയാണിത്. ആ നമുക്ക് അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ മുഖത്തിടാൻ അത്ര ഇഷ്ടം ഉണ്ടാവില്ല, പക്ഷെ ഏറ്റവും നല്ലൊരു സംഭവമാണ് കേട്ടോ. ഇതാ ഇത് ഇങ്ങനെയാണ് കേട്ടോ വരിക, വീഴങ്ങട്ട് കണ്ടോ. ഇനി ഇത് കണ്ടോളൂ, ഇതാ കണ്ടോ, ഇങ്ങനെയാണ് ഇത് ഉണ്ടാവുക. ആ ജെല്ലി മോഡൽ ഇതാ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇതാ നമ്മള് നോർമലി വെറുതെ കളയണ്ടല്ലോ, എത്ര ഹെവി പ്രൊഡക്റ്റാ. കുട്ടനാണോ വേണോ? ഓക്കെ. അപ്പൊ ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളൊരു. പിന്നെ നിങ്ങൾ എപ്പോഴും ടോണറും അതേപോലെ ഫേസിലൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഞാനൊരു കൊറിയൻ സീരീസ് കണ്ടിട്ട് ഞാൻ അത് ട്രൈ ചെയ്ത് നോക്കിയതാണ് കേട്ടോ. അത് എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയി. എന്ന് വെച്ച് കഴിഞ്ഞാല് പൗഡർ നിങ്ങൾ ഇടുന്നത് കൂടുതലും കുറയ്ക്കൂ. അത് ഫസ്റ്റത്തെ ഒരു കാര്യം കേട്ടോ പറയാനുള്ളത്. എനിക്ക് പൗഡർ ഇടുന്നത് നല്ലോണം കുറയ്ക്കുക. ഇതെന്റെ സെക്കൻഡ് ഞാൻ സ്റ്റോക്ക് ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചത് നമ്മുടെ പ്ലമ്മിന്റെ ടോണർ ആണ് കേട്ടോ. അത് എനിക്ക് എന്താ അറിയില്ല, ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കുട്ടി ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഈ ഒരു പ്ലമ്മിന്റെ ടോണർ നല്ല ഒരു ഗ്ലോ കിട്ടും. പിന്നെ അതേപോലെ നമ്മുടെ സ്കിൻ ടെക്സ്ചർ ഒരു ഹെൽത്തി സ്കിൻ കിട്ടും നമുക്ക്. അതല്ലേ നമുക്ക് വേണ്ടത്. കാണുമ്പോ തന്നെ ഒരു ഉഷാറുണ്ടാവുന്ന ഒരു സ്കിന്നായിരിക്കും നമ്മുടെ. അങ്ങനെ ഒരു മൂടലില്ലാത്തൊരു സ്കിന്നായിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ എപ്പോഴും സിറം അല്ലെങ്കിൽ ടോണർ ഒക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ അപ്ലൈ ചെയ്യണം കിട്ടും. ഇതാ കണ്ടോ, ഇങ്ങനെ പാറ്റ് ചെയ്യണം നമ്മള്. ഈ 2 വിരൽ വെച്ചിട്ട് ഇങ്ങനെ. അപ്പൊ ഇവിടെ കുറച്ച് ബ്ലഡ് സർക്കുലേഷൻ കൂടും. നമ്മൾ നോർമലി ഇങ്ങനെ തേച്ച് പിടിപ്പിക്കാതെ അങ്ങനെ അത് നിർത്തുക, ആ പരിപാടി നിർത്തുക. എന്നിട്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കുക, പാറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് കുറച്ച് ബ്ലഡ് സർക്കുലേഷൻ കൂടും. ഇവിടെ കുറച്ചൊരു എക്സസൈസ് കിട്ടും. നമുക്ക് നോർമലി ഇങ്ങനെയൊക്കെ എക്സസൈസ് ഒക്കെ ചെയ്യാൻ നമുക്ക് ഭയങ്കര മടിയായിരിക്കും. ഇതൊന്നും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ, നല്ല വ്യത്യാസം ഉണ്ടാവും കേട്ടോ. അപ്പൊ കുട്ടോ ഐശ്വര്യമായിട്ടത് തുറക്കട്ടെ കേട്ടോ. എന്തെങ്കിലും കേടുപാടുകൾ ഉണ്ടെങ്കിൽ നമുക്ക് അപ്പൊ തന്നെ, നോർമലി കേടുപാടുകളൊന്നും അങ്ങനെ വരാറില്ല. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അപ്പൊ തന്നെ അത് കൊടുക്കാലോ. റിട്ടേൺ ഓപ്ഷൻ ഒക്കെ നല്ല സുഖമാണ് കേട്ടോ നൈക്കയില്. ഇതെങ്ങനെയാ ഇപ്പൊ ഇവിടുന്ന് എങ്ങനെയാന്നുള്ളൊരു കൺഫ്യൂഷൻ ആയിപ്പോയി. അതാ നമ്മളെ നൈക്കയുടെ ബോക്സ് ആണത്. എന്താ ഒരു 4 സാധനം വാങ്ങിയാലും യമണ്ടം ബില്ലായിരിക്കും കേട്ടോ. നോർമലി എല്ലാവർക്കും അറിയണല്ലേ. പിന്നെ ഇത് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി കുറെ പേപ്പേഴ്സ് ഒക്കെ വെച്ചിട്ടുണ്ടാവും. ഇതാണ്. അതെ. ഇത് നല്ല രസാട്ടോ. ഇവരുടെ ബബിൾ ഡ്രാപ്പ് അല്ല, ഇങ്ങനെ ഒരു പ്രത്യേക സംഭവമാണ്. അപ്പൊ ഇത്തവണ ഞാൻ നൈക്കയിൽ നിന്ന് വാങ്ങിച്ചത് ക്ലാരിറ്റി ബൂസ്റ്റ് ചെയ്യുന്നത് എന്റെ നയാസിനമേഡ്. ഞാൻ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ നേരത്തെ, ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. എവിടെ അത്. ഇതാ ഈ ഒരു ബോട്ടിലാണ് കേട്ടോ. ഇതെന്റെ 3ാമത്തെ ബോട്ടിലാണ്. ഒരു തവണ കുട്ടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ലേ ഇത് ഞാൻ പറഞ്ഞിട്ട്, അതെന്റെ സെക്കൻഡ് ബോട്ടിലാണ്. ഇതെന്റെ ഫസ്റ്റ് ബോട്ടിലാണ്. പിന്നെ ഞാൻ ഓഫർ കണ്ടപ്പോ പെട്ടെന്ന് ചാടി കയറിയിട്ട് 3rd ബോട്ടിൽ വാങ്ങിച്ചു കേട്ടോ. സൂപ്പറാണ്, ഒന്നും പറയാനില്ല. അപ്പൊ നിങ്ങള് സിറം ഒക്കെ നിങ്ങൾക്ക് സ്യൂട്ട് ആവണ സിറം നയാസിനമേഡിന്റെ നിങ്ങൾ നോക്കണുണ്ടെങ്കിൽ പ്ലം ഒന്ന് യൂസ് ചെയ്ത് നോക്കും. സൂപ്പറാണ് കേട്ടോ. അപ്പൊ പ്ലമ്മിന്റെ നമ്മൾ 2 പ്രൊഡക്റ്റ് വാങ്ങിച്ചപ്പോ ഒന്നൊരു കജ്ജല് ഫ്രീ കിട്ടി. ഇതെനിക്ക് 2ാമത്തെ തവണയാണ് കേട്ടോ ഈ ഒരു സെയിം പ്ലമ്മിന്റെ കജല് ഫ്രീ കിട്ടണത്. വേറെ ഒന്നുണ്ടായിരുന്നു, അത് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. ഇപ്പതാ ഫ്രീ ആയിട്ട് കിട്ടി. അതുപോലെ തന്നെ നമ്മളുടെ ട്രാവൽ കിറ്റ് വാനില ബോഡി മിസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കുറച്ച് ഫ്രീ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയാണെന്ന്. പക്ഷെ വേറെ ഒന്ന് എനിക്ക് കഴിഞ്ഞ തവണ കിട്ടിയിട്ടുണ്ടായിരുന്നു, ഷാമ്പും കാര്യങ്ങളൊക്കെ. അതെനിക്ക് കുറച്ചും കൂടെ ഇഷ്ടമായിരുന്നത് കേട്ടോ. ഇത് മറ്റേ ബോഡി മിസ്റ്റും അതുപോലെ തന്നെ വാനില ലോഷൻ, ബോഡി ലോഷൻ ആണ് കേട്ടോ. വലിയ സ്മെല്ലൊന്നും ഇല്ല, അത് ഓപ്പൺ ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് കേട്ടോ. വലിയ സ്മെല്ലൊന്നും ഇല്ല ഇതിന്. പിന്നെ ഇതും ഒരു ബോഡി ലോഷൻ തന്നെയാണ്. ഇതും എനിക്ക് അത്ര വലിയ ഇഷ്ടമല്ല, സ്മെല്ലൊന്നും ഇല്ല. നിങ്ങൾ ആരെങ്കിലും അഡ്രസ്സ് അയച്ചു തരും, ഞാൻ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ കൊറിയർ ചെയ്ത് തരാം. കാരണം ഇത് എനിക്ക് അത്ര വലിയ ഇഷ്ടമില്ലാത്ത സംഭവമാണ്. ഇഷ്ടമില്ലാത്തതുകൊണ്ട് തരുമെന്നല്ല കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. അടുത്തത് വന്നിട്ട് മിസ് ക്ലെയറിന്റെ ഒരു ലിപ്സ്റ്റിക് ആണ് കേട്ടോ, ഒരു പൗഡർ മാറ്റിന്റെ ലിപ്സ്റ്റിക്. അതാണ് ഞാൻ ഇപ്പൊ ഇട്ടിരിക്കുന്നത്, കാണാലേ. ഇത് നല്ലൊരു ലിപ്സ്റ്റിക് ആണ് കേട്ടോ. നിങ്ങൾ ഏത് ഷെയ്ഡുകാർക്കും ഏത് സ്കിൻ ടോണിനും നിങ്ങൾക്കിത് സ്യൂട്ട് ആവും കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാ നല്ല രസമുള്ള ഒരു ബ്രൗൺ. നമ്മള് ലിപ്സ്റ്റിക് ഇട്ടു ഇല്ല അങ്ങനെയല്ലേ വിട്ടു പറയാ, ആ ഒരു ടോണാണ്. എനിക്ക് ഭയങ്കര ഡാർക്ക് ഷെയ്ഡൊക്കെ എനിക്ക് നോർമലി ഇഷ്ടമില്ല, എന്നാലും വെയർ ചെയ്യാറുണ്ട്. പക്ഷെ എന്നാലും ഇതാണ് എനിക്ക് ഇങ്ങനത്തെ ഒരു ബ്രൗൺ ഷെയ്ഡാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഉപയോഗിക്കുന്ന കാജൽ ഏതാന്ന് വെച്ചാൽ നൈക്കയുടെ തന്നെ കാജലാണ്. ഇതൊരു സ്മോക്കി ഐ കാജലാണ് കേട്ടോ. ഇത് ഞാൻ സ്റ്റോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്.
ഇതിന്റെ ഇപ്പറേ ടൈപ്പ് ബാക്കിൽ നമുക്ക് സ്മോക്ക് ചെയ്യാൻ വേണ്ടിട്ട് ഒരു ബ്രഷ് ഇതാ ഇങ്ങനെ ഒരു ബ്രഷും കൊടുക്കും കേട്ടോ. നല്ല ജെറ്റ് ബ്ലാക്ക് ആണ്. ഇത് കാണിച്ചു തരാം. ഇങ്ങോട്ട് വരും കേട്ടോ. കണ്ടോ നല്ല ബ്ലാക്ക് അല്ലേ? നല്ല രസമല്ലേ കാണാൻ? നല്ല രസമുള്ള ബ്ലാക്ക് ആണ്. ഇനി ഇത് നമുക്കൊന്ന് സ്മോക്കി ചെയ്യണം കണ്ണില് എന്നുണ്ടെങ്കിൽ ഇതാ ജസ്റ്റ് ഒന്ന് സ്മോക്കി ചെയ്ത് കൊടുക്കാം. കണ്ടോ നല്ല രസമുള്ള ഒരു ബ്ലാക്ക് ആട്ടോ. അപ്പൊ ഇതാണ് ഞാൻ അടുത്തതായിട്ട് വാങ്ങിച്ചത്. കാജല് ഞാൻ നൈക്കയുടെ ഐ സ്മോക്കി കാജലാണ് കേട്ടോ യൂസ് ചെയ്യാറുള്ളത്. പിന്നെ വന്നിട്ട് മെബിലിന്റെ ഒരു ലിപ്സ്റ്റിക് ആണ്. ഇതാ മെബിലിന്റെ ലിപ്സ്റ്റിക്. എനിക്ക് അധികം എല്ലാ ഷെയ്ഡും ഈ ഒരു ടോണാണ് കേട്ടോ ഇഷ്ടം. ഇതാ കാണാല്ലേ? ഈ ഒരു ടോണാണ് കൂടുതൽ ഇഷ്ടം. ഒരു ബ്രൗൺ ഒരു ന്യൂഡ് കളറാണ് കൂടുതൽ ഇഷ്ടം. അടുത്തത് വന്നിട്ട് മസ്കാര. ഇതൊക്കെ നോർമലി എല്ലാവർക്കും അറിയണതാണ്. അപ്പൊ ഈ മസ്കാരയൊക്കെ ചിലപ്പോൾ എല്ലാവരും യൂസ് ചെയ്ത് മടുത്തിട്ടുണ്ടാവും അല്ലേ? പിന്നെ അടുത്തത് വന്നിട്ട് ഒരു കൺസീലർ ആണ്. ഷൂട്ടിന്റെ സമയത്തും അല്ലാതെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാനോ അല്ലാത്ത സമയത്തൊന്നും ഇത് അങ്ങനെ കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നോർമലി ഒരു കൺസീലർ എന്താ ഒരു ലാക്മിയുടെ തന്നെ ഒരു കൺസീലർ ആണ്. ഫൗണ്ടേഷൻ ഒന്നും ഞാൻ അങ്ങനെ ഇടാറില്ല. അപ്പൊ അതുകൊണ്ട് ഡാർക്ക് സർക്കിളൊക്കെ നമുക്ക് നല്ലോണം ചിലപ്പോൾ ഉറക്കം ഒഴിച്ചിരിക്കുന്ന സമയത്തൊക്കെ പിറ്റേ ദിവസം ഭയങ്കര ഇതായിട്ടിരിക്കും. ആ സമയത്ത് കൺസീലർ യൂസ് ചെയ്യും. പിന്നെ ഇത് വൈറ്റ് കാജലാണ് കേട്ടോ. ഇത് ഞാൻ പണ്ട് സീരിയലിന്റെ സമയത്ത് നമുക്ക് ഒരു മേക്കപ്പ് മാൻ ഉണ്ടാവുമല്ലോ, അവര് മേക്കപ്പ് ചെയ്ത് കണ്ണിനൊരു പ്രത്യേക ഭംഗിയായിരിക്കും. അപ്പൊ ഞാനിത് എന്താന്ന് വിചാരിക്കാം. അപ്പൊ അവര് താഴെ കണ്ണിലില്ലേ ചുവപ്പ് കൺമഷി കൊണ്ട് എഴുതും. അപ്പൊ നമ്മളെ കണ്ണ് വേറൊരു രസമായിട്ട് തോന്നും. അതുപോലെ വെള്ള കാജല്. അപ്പൊ ഞാൻ അന്നേ വിചാരിച്ചതാണ് ഓഫറുള്ള സമയത്ത് ഒരു വൈറ്റ് കാജല് വാങ്ങിച്ചിടണം. നല്ല ഭംഗിയായിട്ടോ എഴുതിയിട്ട് നമ്മൾ താഴെ ഇങ്ങനെ കറുപ്പും കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രസം. അപ്പൊ അതുകൊണ്ട് ഞാനൊരു വൈറ്റ് കാജല് റെനേയുടെ ആണ് വൈറ്റ് കാജല് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ബ്ലഷ് ആണ് കേട്ടോ, ഇൻസൈറ്റിന്റെ ഒരു ബ്ലഷ് ആണ്. പെട്ടെന്ന് കാണിച്ചു പോകാട്ടോ, നിങ്ങൾക്ക് ബോറടിച്ചാലോ. ഇതാ അമ്മേ ഒരു ബ്ലഷ് ആണ് കേട്ടോ. ഇതാ നല്ല ഒരു സ്റ്റിക്കി കൺസിസ്റ്റൻസി ആയിട്ടുള്ള ഒരു ബ്ലഷ്. ഇതാ നല്ല സ്റ്റിക്കി കൺസിസ്റ്റൻസി ആയിട്ടുള്ള ഒരു ബ്ലഷ് ആണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ല രസമാണ് കേട്ടോ. ബ്ലഷ് ഒന്നും അങ്ങനെ വലിയ കോസ്റ്റ്ലി സാധനങ്ങളൊന്നും ഡെയിലി യൂസ് ചെയ്യാറില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ ബ്ലഷ് ഒന്നും അങ്ങനെ കോസ്റ്റ് ആയിട്ട് അതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാറില്ല പൊതുവെ. അപ്പൊ അതുകൊണ്ട് ബ്ലഷ് കഴിഞ്ഞു. ഇനി നമുക്ക് ഇന്ന് വന്ന നൈക്കയുടെ ബോക്സ് ഒന്ന് പൊട്ടിച്ചാലോ കിട്ടും? എല്ലാവരുടെയും മുന്നിൽ വെച്ച് അൺബോക്സ് ചെയ്താലോ? പിന്നെ ഒരു കോമ്പാക്ട് ഉണ്ട്. കോമ്പാക്ട് ഞാൻ അധികവും മെബിലിൻ യൂസ് ചെയ്യാറില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മെബിലിന് ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് അത്ര വലിയ ഇഷ്ടം ഉണ്ടായിരുന്നില്ല. പക്ഷെ ബാക്കി മെബിലിന്റെ ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇത് എനിക്ക് അത്ര ഇഷ്ടമായില്ലായിരുന്നു. പിന്നെ അപ്പൊ ഞാൻ ബയോട്ടിക്കിന്റെ തന്നെ ഒരു മിറർ ഉള്ളതാട്ടോ. നല്ല രസം, നല്ല കട്ടിയുള്ള മിറർ. ബയോട്ടിക്കിന്റെ തന്നെ ഒരു കോമ്പാക്ട് പൗഡർ ആണ് കേട്ടോ. ആണോ? ഓഹോ ഒന്ന് ചിരിച്ചോ. നല്ല രസമായിട്ടൊന്ന് നോക്കിക്കോ. അപ്പൊ ഇതാ ബയോട്ടിക്കിന്റെ തന്നെ ഒരു കോമ്പാക്ട് പൗഡർ ആണ്. അതിന്റെ കൂടെ മറ്റിങ്ങനെ പഫൊക്കെ ഉണ്ട്. പക്ഷെ ഇത് നമ്മൾ യൂസ് ചെയ്യാറില്ല കേട്ടോ. അധികം പൗഡർ യൂസ് ചെയ്യാറുള്ളൂ. ഇത് ഞാൻ സെക്കൻഡ് ബോട്ടിലാണ് കേട്ടോ, സെക്കൻഡ് പാക്കാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നേരെ നമ്മുടെ ഈ ഒരു ബോക്സ് പൊട്ടിച്ചാലോ? പിന്നെ അടുത്തത് വന്നിട്ട് ഇത് ഒരു സെക്കൻഡ് ബോട്ടിൽ ആയിട്ടുള്ള ഒരു പർച്ചേസ് ചെയ്ത ഒരു കാര്യമാണ് കേട്ടോ. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മിനിമലിസ്റ്റിന്റെ ഒരു ആന്റി ഏജനിങ് ഒരു സിറാണ് കേട്ടോ. റെറ്റനോളിന്റെ ഒരു ആന്റി ഏജനിങ് സിറാണ്. ഇത് ഞാൻ അമ്മയ്ക്ക് വേണ്ടി വാങ്ങിച്ചതാണ് കേട്ടോ. ഇത് രണ്ടാമത്തെ ബോട്ടിലാണ്. നമുക്ക് ഇങ്ങനെ സ്മൈൽ ലൈൻ വരില്ലേ, ഇങ്ങനെ അമ്മയ്ക്ക് 40-40 വയസ്സായില്ലേ, അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ സ്മൈൽ ലൈൻ ഇങ്ങനെ ചിരിക്കുമ്പോൾ ഇങ്ങനെ സ്മൈൽ ലൈൻ വരാനും പിന്നെ അതേപോലെ ഫേസിന് ഏജ് തോന്നിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടും ഉള്ള ഒരു സംഭവമാണ് കേട്ടോ. അത് നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പൊ ഇത് ഞാൻ അമ്മയ്ക്ക് എന്നും ഡെയിലി രാത്രി കാണാല്ലേ, ഡെയിലി രാത്രി ഞാൻ ഇതെന്നും അപ്പൊ ഇത് അമ്മയ്ക്ക് എന്നും ഡെയിലി ഞാൻ രാത്രി ഇതൊരു 2-3 ഡ്രോപ്സ് ഞാൻ അമ്മയ്ക്ക് മുഖത്തിട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. പിന്നെ ഇതൊന്നും പ്രൊമോഷൻ അല്ല, ഞാൻ പിന്നെയും പറയാം കേട്ടോ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിമലിസ്റ്റ് ഒക്കെ പ്രൊമോഷൻ നിർത്തിയിട്ട് കുറേ ആയി. സ്റ്റാർട്ടിങ് അവർ വന്ന് ലോഞ്ച് ചെയ്ത ടൈമിലൊക്കെ പ്രൊമോഷൻ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇപ്പൊ ഇവർ മാർക്കറ്റിൽ കയറി വിളയാടുകയാണ്. മിനിമലിസ്റ്റിന്റെ ഇത് നല്ലൊരു സംഭവമാണ് കേട്ടോ. ഇത് അമ്മയുടെ ഒന്നാമത്തെ ബോട്ടിൽ കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ബോട്ടിൽ സ്റ്റോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മറ്റേ ബോട്ടിൽ ഒരു പകുതിയോളം ഉണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ നമ്മളുടെ ഫേസ് സെറം നല്ലൊരു ഫേസ് സെറം. ഞാൻ പിന്നെ പ്ലമ്മിന്റെ കേട്ടോ ഫേസ് സെറം യൂസ് ചെയ്യാറുള്ളത്. പിന്നെ അടുത്തത് ഞാൻ നോർമലി യൂസ് ചെയ്യുന്ന ഫേസ് സെറം ജസ്റ്റ് ഒന്ന് കാണിക്കാം കേട്ടോ. അത് വന്നിട്ട് ഒന്ന് ഇതാ യൂസ് ചെയ്താ കുട്ടു നോക്ക് വാരി എന്താ പറയാ, ഇതൊക്കെ പിടിച്ച് മാന്തിയുടെ കുഞ്ഞാവ. ഇത് പ്ലമ്മിന്റെ നയാസിനമൈഡിന്റെ ടോണർ ആണ് കേട്ടോ. ഈ ടോണർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ പൗഡർ ഇടേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ നോർമലി ഇതൊക്കെ നിങ്ങൾ വാങ്ങിക്കുമ്പോൾ നല്ല ഓഫറുള്ള സമയത്ത് നിങ്ങൾ കാർട്ടിൽ കൊണ്ടിടുക. എന്നിട്ട് ഓഫറുള്ള സമയത്ത് വാങ്ങിക്കുമ്പോൾ നമുക്ക് നല്ല ഡിസ്കൗണ്ട് കിട്ടും. അപ്പൊ ഇത് വന്നിട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പ്ലമ്മിന്റെ ഇത് നമ്മള് പോൾസ് ഒക്കെ ഉണ്ടാവില്ലേ, ഇപ്പൊ കുട്ടൂനും അല്ലെങ്കിൽ ഇപ്പൊ ബോയ്സിനൊക്കെ കുറച്ചൊരു 18 വയസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗേൾസിനാണെങ്കിലും ഉണ്ടാവാറുണ്ട് കേട്ടോ. മുഖക്കുരു വന്നിട്ടോ
അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ കുറെ കുഞ്ഞു കുഞ്ഞു കുത്തു നമ്മുടെ ലാലേട്ടന്റെ മുഖം കാണല്ലേ ഇങ്ങനെ കുത്തു നല്ല ചിലവർക്ക് നല്ല ഭംഗിയാവും കേട്ടോ. അപ്പൊ അങ്ങനെ കുത്ത് അപ്പൊ പോൾസ് ഒക്കെ നമുക്കൊന്ന് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ബ്രൈറ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്കിന്നൊന്ന് ബ്രൈറ്റ് ആവാൻ വേണ്ടിയിട്ട് ഇത് റൈസ് വാട്ടർ വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഓട്സിന്റെയും അതേപോലെ റൈസ് വാട്ടർ ഒക്കെ വെച്ചിട്ടുള്ളതാണ്. ഇത് ഞാൻ ആദ്യം വിചാരിച്ചു ഇത് എന്റെ 2ാമത്തെ ബോട്ടിലാണ് കേട്ടോ. 3ാമത്തെ ബോട്ടിൽ ഇതിന്റെ ഉള്ളിലുണ്ട്. ഞാൻ 3ാമത്തെ ബോട്ടിൽ ഈ ഒരു സമയത്ത് ഓഫർ ഉള്ളതുകൊണ്ട് പർച്ചേസ് ചെയ്തിട്ടുണ്ട് സ്റ്റോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് നമ്മൾ ആദ്യം വിചാരിക്കും ഇതെന്താ വെറും പച്ചവെള്ളം പോലെ ഉണ്ടല്ലോ എന്ന്. പക്ഷെ അല്ല കേട്ടോ, ഇത് നല്ല സംഭവമാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾ സ്കിൻ കെയർ ഒക്കെ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർ എന്തായാലും പ്ലമ്മിന്റെ ഈ ഒരു 2 സംഭവം ഒന്ന് ഉപയോഗിച്ച് നോക്കൂ കേട്ടോ. നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് ചെയ്തു നോക്കൂ. അടുത്തത് വന്നിട്ട് പ്ലമ്മിന്റെ നയാ സിനമൈഡ് സീറാണ്. ഇതാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത് കേട്ടോ. ഇതൊക്കെ ഞാൻ യൂസ് ചെയ്തതിന്റെ പാടൊക്കെ അവിടെ ഒക്കെ കാണാം. അപ്പൊ കുട്ടു ഇതേപോലെ എന്തോന്ന് ഫേസ് വാഷ് ആണോ സൺസ്ക്രീൻ ആണോ അക്വലോജിക്കയുടെ എന്തോ വാങ്ങിയിട്ടുണ്ടായിരുന്നു ആ ഫേസ് വാഷ്. ആ സമയത്ത് ഞാൻ പറഞ്ഞു കുട്ടു എനിക്കും ഈ പ്ലമ്മിന്റെ ഇതില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയാണ് ഇപ്പൊ. കാരണം എങ്ങടയിലൊക്കെ പോണ സമയത്തും അല്ലെങ്കിൽ കണ്ടോ ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കും കേട്ടോ അതിനുണ്ടാവുക. ഇങ്ങനെ ഡ്രോപ്പ് ഒരു 2-3 ഡ്രോപ്സ് ഒക്കെ നമുക്ക് മുഖത്ത് ഒരു പ്രത്യേക സീറാണ് ഇത്. നമ്മളെ നോർമലി സീറം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു വാട്ടറി കൺസിസ്റ്റൻസി അല്ലേ. ഇത് വാട്ടറി ആയിട്ടല്ല, പക്ഷെ നല്ല സ്മൂത്ത് ആയിട്ട് ഇതിട്ട് കഴിഞ്ഞാൽ നമുക്ക് പൗഡർ ഇടേണ്ട ആവശ്യമൊന്നുമില്ല. ഭയങ്കര ഗ്ലോ കിട്ടും. പിന്നെ സ്കിന്ന് നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ സ്കിന്ന് അതായിട്ട് മാച്ച് ആയിട്ട് നമ്മുടെ സ്കിന്ന് നല്ലൊരു പ്രത്യേക സെല്ലുകൾ ഉണ്ടാക്കിയ പോലെ തോന്നും. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഞാൻ എന്നിട്ട് അമ്മയോട് പറയാം അമ്മയ്ക്ക് ഇത് ട്രൈ ചെയ്തോട്ടെ. പക്ഷെ അമ്മ പറയും എനിക്കിതൊന്നും വേണ്ട, എനിക്കിത് മാത്രം മതി എന്ന് പറഞ്ഞിട്ട് അമ്മയ്ക്ക് ഞാനത് വാങ്ങിച്ചു കൊടുത്തു കേട്ടോ. കാരണം അമ്മ അത് ഡെയിലി യൂസ് ചെയ്യുകയാണെങ്കിലേ നിങ്ങൾ ഇത് ചെയ്തിട്ട് കാര്യമുള്ളൂ കേട്ടോ. അപ്പൊ ഇതങ്ങനെ ഞാൻ ഇത് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പൊ നമ്മളുടെ നൈക്കിയുടെ പ്രൊഡക്ട്സ് നമ്മൾ ഇത്തവണ വാങ്ങിച്ചത് ഇത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പൊ നിങ്ങളും ഇതേപോലെ നിങ്ങൾ എന്തെങ്കിലും പർച്ചേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അല്ലെങ്കിൽ ചേച്ചി ഇതൊന്ന് ട്രൈ ചെയ്തിട്ടൊന്ന് അഭിപ്രായം പറയുമോ എന്നൊക്കെ ചോദിക്കാനുള്ള എന്തെങ്കിലും പ്രൊഡക്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യൂ. നമ്മളെ ബ്യൂട്ടി പ്രൊഡക്ട്സ് ഒക്കെ ആയിട്ട് നമ്മൾ ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം. ഇതൊക്കെയാണ് ഞാൻ ഇത്തവണ നൈക്കിന്ന് പർച്ചേസ് ചെയ്ത കാര്യങ്ങളൊക്കെ. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ള സാധനമാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും അതിന് റിപ്ലൈ തരാം കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.